Once again, welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളെവർക്കും സുപരിചിതൻ. അപ്പം ഞാൻ ഇന്ന് വന്നത് വാട്സപ്പിന്റെ എക്കാലത്തെയും ബെസ്റ്റ് അപ്ഡേറ്റ്. അതിപ്പോ ഇയാൾ എന്നും അത് തന്നെയാണ് പറയണതെന്ന് പറയരുത്. ഈ ഒരു അപ്ഡേറ്റ് ഞാനൊക്കെ വാട്സപ്പ് തുടങ്ങിയ കാലം മുതൽക്ക് 2013-14 കാലഘട്ടം മുതൽക്ക് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതിനുശേഷം മാർക്ക് സുക്കർബർഗ് ഈ ഒരു വാട്സപ്പ് എടുത്തിട്ട് എന്തുകൊണ്ട് ഇത് ഇത്ര ലേറ്റായി എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം മലയാളികൾ ഇന്ന് ഏറ്റവും കൂടുതൽ, മലയാളികളല്ല ലോകത്തുനിന്ന് ഏറ്റവും കൂടുതലായിട്ട് മെസ്സേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെസ്സഞ്ചിങ് ആപ്പാണ് വാട്സപ്പ് അല്ലേ. അപ്പൊ അതിന്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് അതെന്താണ്, അതറിയേണ്ട മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി, ടെക്ക് താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അത് ഞാൻ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ, അത് കാര്യമുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അതിനു മുമ്പ് എന്താണ് അപ്ഡേറ്റ് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് വാട്സപ്പിൽ ഇനി ഒരാളുടെ നമ്പർ സേവ് ചെയ്യാൻ വേണ്ടി എന്നെ മെസ്സേജ് അയക്കുക. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഒരു നമ്പർ സേവ് ചെയ്യാനാണോ ഇത്ര ബുദ്ധിമുട്ട്? പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്ന് ഒരാൾ പറയും എനിക്കൊരു മെസ്സേജ് അയക്കൂ, ഒരു ഹായ് അയക്കൂ, അപ്പോൾ അല്ലെങ്കിൽ ഒരു ഫയൽ അയച്ചു തരും. പക്ഷെ അവരുടെ നമ്പർ നമുക്ക് സേവ് ചെയ്യാനുള്ള ടൈമില്ല. അങ്ങനെ വരുമ്പോൾ ബിസിനസ്സുകാർക്കൊക്കെ പ്രത്യേകിച്ചിട്ട് അപ്പൊ അങ്ങനെ ഒരു നമ്പർ സേവ് ചെയ്യാണ്ട് നമുക്കൊരു മെസ്സേജ്, ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു വോയിസോ അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി വാട്സപ്പിൽ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പണ്ടായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരു ലിങ്ക് അയച്ചു കൊടുക്കണമായിരുന്നു, അതല്ലെങ്കിൽ എന്ത് ചെയ്യണം, സേവ് ചെയ്യണമായിരുന്നു. ഇപ്പൊ ചില ആൾക്കാരുടെ നമ്പർ നമുക്ക് സേവ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രാവശ്യം മാത്രം മെസ്സേജ് അയച്ചാൽ മതി. അപ്പം ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് നേരെ ട്യൂട്ടോറിയൽ വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പൊ നേരെ പോവല്ലേ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ആദ്യം നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഏതെങ്കിലും നമ്മുടെ ഒരു കോൺടാക്ട്, നമുക്ക് 1-2 വാട്സപ്പ് നമ്പർ ഉണ്ടാവും, അതിലേക്ക് നമുക്ക് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ആ നമ്പർ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. നമ്പർ ടൈപ്പ് ചെയ്യുന്നു 9895823284. ഈ ഒരു നമ്പർ അടിച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ആ നമ്പറിലൊന്ന് ക്ലിക്ക് ചെയ്യുക. പണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഈ ഡയലും ആഡ് ടു കോൺടാക്ട് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ നമുക്ക് കോൺടാക്റ്റിലേക്ക് ആഡ് ചെയ്യണ്ട. അപ്പോൾ എന്ത് ചെയ്യുക, ചാറ്റ് വിത്ത് ഈ നമ്പർ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഞാൻ ഓൾറെഡി സേവ്ഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മളൊരു ഹായ് അയക്കാം. അപ്പം അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ സേവ് ചെയ്യാത്തൊരു നമ്പർ ഉണ്ട്, ആ ഒരു നമ്പർ ഞാൻ ജസ്റ്റ് ഇതിലൊക്കെ നമ്മൾ സേവ് ചെയ്ത എൻ്റെ നമ്പർ തന്നെ ആയതുകൊണ്ട് ഞാൻ എന്താ സേവ് ചെയ്ത നമ്പർ. അപ്പോൾ സേവ് ചെയ്യാത്ത നമ്പറും ഇതേ മെത്തേഡിൽ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ചാറ്റ് വിൻഡോ വരും. ആ വിൻഡോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കുള്ള മെസ്സേജ് അയക്കും. ഇത് വളരെ യൂസ്ഫുൾ ഉള്ള ഒരു ടിപ്പാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.